ആത്മീയ ചൈതന്യം പകർന്നു നൽകുന്ന 77ാമത് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷന് ഇന്ന് തുടക്കം കുറിച്ചു. വൈകുന്നേരം ടൗൺ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചാപ്പലിൽ നടന്ന സന്ധ്യാപ്രാർത്ഥനയോടെയാണ് കൺവെൻഷൻ ശുശ്രൂഷകൾ ആരംഭിച്ചത്. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 77 വർഷമായി ഈ കൺവെൻഷൻ ശക്തിയോടെയും ഇടയ്ക്കൽപ്പം തളർച്ചയോടും കൂടി നിർവിഘ്നം നടന്നു വരുന്നു എന്നതിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അടുത്ത കാലത്ത് 2-3 വർഷമായിട്ട് ബഹുമാനപ്പെട്ട പള്ളിക്കാട്ടിലച്ഛൻ സമീപത്തുള്ള കാരമലപ്പള്ളിയുടെ ചുമതല ഏറ്റതോടുകൂടി അച്ഛൻ അതിനുവേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ സംഘം ഏറെ അധ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ സുവിശേഷ വേല വളരെ സംഘടിതമായി നടക്കുന്നു എന്നതിന് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഗാനശുശ്രൂഷയോടെ ആരംഭിച്ച കൺവെൻഷൻ യോഗത്തിൽ വനിതാ സമാജം വടകര മേഖലാ സെക്രട്ടറി മേരി മാത്യു കുഴിക്കാട്ട് തിരുവചന വായന നടത്തി. കൺവെൻഷൻ കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ എബ്രഹാം കാരാമേൽ മുഖ്യപ്രഭാഷണം നടത്തി. ബഹുമാനപ്പെട്ട വള്ളിക്കാട്ടിലച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 77 വർഷങ്ങളിൽ മുടക്കം കൂടാതെ കൂത്താട്ടുകുളം പ്രദേശത്ത് വലിയ പ്രകാശമായി നിലകൊണ്ട ഒരു കൺവെൻഷന്റെ ഭാഗമായി മാറുക എന്നത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കഴിഞ്ഞ 3-4 തലമുറകൾ ഈ കൺവെൻഷന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ കൺവെൻഷന്റെ 4ാം തലമുറക്കാരാണ്. നീണ്ടകാലത്തെ ഒരു ചരിത്രത്തിൽ ഈ കൺവെൻഷന്റെ ഭാഗമായി ചേർന്നിരിക്കുവാൻ, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് സുവിശേഷത്തിന്റെ വെളിച്ചമായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ജീവിച്ച് നല്ല സാക്ഷ്യം നിർവഹിക്കുവാൻ നമുക്ക് ലഭിക്കുന്നത് വലിയ ഭാഗ്യമായി തന്നെ കരുതേണ്ടതാണ്. ആദ്യ ദിവസം തന്നെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കുവാനെത്തി. മേഖലയിലെ വിവിധ പള്ളികളിലെ വൈദികരുടെ സാന്നിധ്യം ഏറെ അനുഗ്രഹപ്രദമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന്റെ 2ാം ദിവസമായ നാളെ വൈകുന്നേരം 6:45 ഗാനശുശ്രൂഷയോടെ കൺവെൻഷൻ ആരംഭിക്കും. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ നൈനാൻ കെ ജോർജ് സന്ദേശം നൽകും. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ
പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.